വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒതുങ്ങി നിന്നിരുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും തമ്മിലടിയും വീണ്ടും സജീവമായിരിക്കുന്നു. കോൺഗ്രസ് നേതാവിൻ്റെ തട്ടിപ്പുകാരുമായുള്ള ബന്ധങ്ങൾ പാർട്ടിക്ക് തലവേദനയാവുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. വയനാട്ടിൽ നടന്ന നേതൃക്യാമ്പിന് പിന്നാലെ കോൺഗ്രസിൽ ഉടലെടുത്ത തർക്കങ്ങൾ ഹൈക്കമാൻഡ് ഇടപെട്ട് ഒതുക്കിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ പ്രസിഡന്റിനെ മറികടന്ന് സതീശൻ കളിക്കുന്നു എന്ന സുധാകര അനുകൂലികളുടെ പ്രചരണമാണ് പ്രശ്നങ്ങൾ അതിരൂക്ഷ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ ഹൈക്കമാൻഡ് നടപടികൾ സുധാകരന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിനാൽ കേന്ദ്ര നേതൃത്വത്തെ പിടിച്ച് സതീശനെ വീണ്ടും വിരട്ടാനാണ് സുധാകരൻ്റെ ശ്രമം. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഭാരവാഹിത്വത്തെ ചൊല്ലിയാണ് നിലവിലെ മറ്റൊരു തർക്കം. OICC കമ്മിറ്റി തൻ്റെ വരുതിക്ക് നിർത്താനാണ് KPCC പ്രസിഡന്റ് സുധാകരൻ്റെ ശ്രമം. അതിനായി സംഘടന പിടിച്ചെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എന്നാൽ സുധാകരൻ്റെ നീക്കം അട്ടിമറിച്ച് മറുവിഭാഗം നേതാക്കൾ രംഗത്തെത്തി. തുടർന്ന് OICC ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ട സുധാകരൻ്റെ നടപടി പിൻവലിച്ചു. VD സതീശൻ്റെ നീക്കത്തെ തുടർന്നാണ് നടപടി. അതിന് മറുപടി നൽകാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് സഹായം തേടിയിരിക്കുന്നത്. ഹീവാൻ നിക്ഷേപ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും KPCC സെക്രട്ടറിയുമായ CS ശ്രീനിവാസൻ അറസ്റ്റിലായത് സുധാകര വിഭാഗത്തിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. തട്ടിപ്പ് കേസിൽ അകത്തു പോയിരിക്കുന്ന ശ്രീനിവാസൻ നിലവിൽ K സുധാകര ഗ്രൂപ്പ് നേതാവാണ്. KSU ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചിരുന്ന ശ്രീനിവാസനായിരുന്നു ഗ്രൂപ്പുകളിൽ സുധാകരന് വേണ്ടി കാര്യങ്ങൾ നടത്തിയിരുന്നത്. സുധാകരൻ്റെ തട്ടിപ്പ് ബന്ധങ്ങൾ തങ്ങൾക്ക് തലവേദനയും മാനക്കേടും ആവുമെന്നതാണ് സതീശനും കൂട്ടരും ഉയർത്തുന്ന ആക്ഷേപം. ജോൺസൺ മാവുങ്കൽ കേസ് മുതലുള്ള കാര്യങ്ങൾ അവർ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. തനിക്കെതിരെ പരാതിയും ആക്ഷേപവും ഉന്നയിക്കുന്നവരൊക്കെ CPIMകാരാണെന്നാണ് സുധാകരൻ്റെ സ്ഥിരം ഡിഫൻസ്. ഇത് വേണ്ടെന്നാണ് സതീശൻ അനുയായികളുടെ നിലപാട്. മോൻസൺ കേസിലും ഇതായിരുന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ കേസിൽ ആദ്യം പരാതിക്കാരെ അറിയില്ലെന്ന് പറഞ്ഞു. അതാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കഥകൾ കൂടുതൽ പുറത്തുവരുമെന്നാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ നൽകുന്ന സൂചന.